ഹായ് സുഹൃത്തുക്കളെ, ഞാൻ ഇന്നുള്ളത് കോഴിക്കോട് ചേരമ്പലത്തുള്ള ജോസേട്ടൻ്റെ വീട്ടിലാണ്. ജോസേട്ടൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ തീർന്നില്ല കേട്ടോ. ഇത് ചിലപ്പോൾ ഒരു 3-4 എപ്പിസോഡ് ഉണ്ടാവും, 4-5 എപ്പിസോഡ് ഉണ്ടാവും. ഇനി ഒരു 5-6 എപ്പിസോഡിലുള്ള ജോസേട്ടൻ്റെ കഥകളൊക്കെ തീരും. കാരണം അത്രയും കൃഷിയായിട്ട് ബന്ധപ്പെട്ട് ഈ ചെറിയൊരു സ്ഥലത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞു തീർക്കാണ്ട്. അപ്പോൾ ജോസേട്ടാ, നമുക്ക് തുടങ്ങിയാലോ? നമ്മളെ കൃഷിയെ പറ്റിയുള്ള. അപ്പോൾ നമുക്ക് നിങ്ങൾ ആ ഭാഗത്തുനിന്ന് തുടങ്ങാം. റംബൂട്ടാൻ, ഞാൻ ഒരുപാട് കഴിച്ച റംബൂട്ടാൻ നിങ്ങളെ ഇവന് ഒരുപാട് കയറി പറിച്ചതാണ് അതിൻ്റെ അകത്ത് കയറി പറിച്ചിട്ടുണ്ട്. അമ്പഴങ്ങൊക്കെ പറിച്ചിട്ട് നമുക്ക് അവിടെ പോയി കാണാം. ഇപ്പോൾ അതും വെട്ടിയെല്ലാം കൂടി നന്നായിട്ട് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് റംബൂട്ടാനായിരുന്നു. ഇത് വളരെ വിശാലമായിട്ട് ഇങ്ങോട്ട് പടർന്ന് കിടക്കുകയായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ മുകളിലേക്കും, പിന്നെ ഇത് ഗേറ്റ് ഓട്ടോമാറ്റിക്കാണ്, അതിൻ്റെ മുകളിലേക്കൊക്കെ വന്ന സ്ഥിതിക്ക് ഞാൻ അത് ഈ കഴിഞ്ഞ വർഷം വെട്ടിയിട്ട് പുതിയ തളുപ്പ് വന്നാണ്. ഇതൊരു കുട പോലെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കുട പോലെ തന്നെയാണ് നിന്നിരുന്നത്. പക്ഷേ അങ്ങ് കണ്ടമാനം നമുക്ക് വണ്ടി കയറ്റാനും ഇറക്കാനും പറ്റാത്ത രീതിയിലേക്ക് അങ്ങ് വളർന്നപ്പം ഞാനത് മുറിച്ചു. ഇനിയിപ്പോൾ ഈ വർഷം കായ്ക്കില്ല. ഇനിയിപ്പം ഒന്ന് ലെവലാക്കി നിർത്താൻ വേണ്ടിയിട്ടാണ് ഇത് മുറിച്ചത്. ഇങ്ങനെ ക്രോപ്പ് ചെയ്ത് വെക്കണല്ലോ. അപ്പം എൻ്റെ വീട്ടിലുള്ളത് ഇതുപോലെ വെട്ടി വെക്കണല്ലേ? അതെ, മുറിച്ചിട്ട് കുട പോലെ നമുക്ക് ഒന്നെങ്കിൽ ചാടി പറിക്കാവുന്ന പോലെ, അല്ലെങ്കിൽ ചെറിയൊരു തോട്ടി കൊണ്ട് പറിക്കത്തക്ക രീതിയിൽ വേണം ഇത് ചെയ്യാൻ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് മുറിച്ചത്. അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷേ അതങ്ങ് കണ്ടമാനം പടർന്ന് മുറ്റത്തേക്കൊക്കെ വന്നപ്പോൾ എനിക്ക് റോഡ് വലിയ ബുദ്ധിമുട്ട് വന്നു. വണ്ടി കയറ്റാനും ഇറക്കാനൊക്കെ അതേ തട്ടുന്നതുകൊണ്ട് ഞാനിത് മുറിച്ചു. ഇനി തൊട്ടടുത്തുള്ള എന്താണ് ഇത്? ഇതാ ഇവിടെ നിന്നുണ്ടല്ലോ. ഇതിൻ്റെ മുകളിലൊക്കെ ഞാൻ കയറി പറിച്ചതല്ലേ? ഇതെല്ലാം നമ്മൾ അമ്പഴങ്ങ. ഇത് അമ്പഴം ഇത് എല്ലാം കൂടി കയറിയത് കൊണ്ട് അമ്പഴം ലേശം ശ്രദ്ധിക്കാതെ ഇതിൻ്റെ കമ്പെല്ലാം കൂടി ഇതിൻ്റെ മുകളിലേക്ക് വന്നപ്പോൾ അമ്പഴം ഒന്ന് ചെറുതായി. എന്നാലും അത് നിറയെ കായ്ക്കുന്നുണ്ട്. ഇപ്പോഴും കായുണ്ട്, പഴുത്തതും ഉണ്ടായിരുന്നു. ഓക്കെ. ഇത് ഫുലോസാൻ എന്ന് പറയും. ഇത് സ്ഥിരമായിട്ട് ഇവിടെ കായ്ക്കുന്ന ഫിലോസാൻ്റെ ഒരു കുഴപ്പം കൂടി ഞാൻ പറഞ്ഞുതരാം. ഫിലോസാൻ ഈ റംബൂട്ടാനേക്കാൾ ടേസ്റ്റ് ഉള്ളതും ജ്യൂസിയാണ് ഫിലോസാൻ. തോട് കുറച്ച് ഹാർഡായിരിക്കും അല്ലേ? തോട് കുറച്ച് ഹാർഡായിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിൽ നല്ല ജ്യൂസിയാണ്. പക്ഷേ ഇതിൻ്റെ അകത്തെ പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് അധികവും പേടായി പോകും. അതായത് ഇതിൻ്റെ അകത്ത് ആൺപൂ കുറവും പെൺപൂ കൂടുതലുമാണ്. അതുകൊണ്ട് ആൺപൂ കുറവായതുകൊണ്ട് ശരിക്കുള്ള പരാഗണം നടക്കാത്തത് കൊണ്ട് ഇതിൻ്റെ അകത്ത് പെൺപൂ കായുണ്ടാവും. പക്ഷേ കായ ഇങ്ങനെ ഞൊട്ടിയിരിക്കും, ഒന്നും ഉണ്ടാവില്ല. ഇതൊക്കെ ഗ്രാഫ്റ്റ് തന്നെയാണ്, എല്ലാം ഗ്രാഫ്റ്റ് തന്നെയാണ്. പക്ഷേ അങ്ങനെയേ വരുള്ളൂ. അതിൻ്റെ സിസ്റ്റം അത് തന്നെയാണ്. അല്ലെങ്കിൽ പലത് വേണം, ഒത്തിരി ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ആയി. ഇതെന്താണ്? ഇത് മഞ്ഞ റംബൂട്ടാൻ, യെല്ലോ റംബൂട്ടാനാണ്. അത് ഞാൻ വെട്ടിയതാണ്. അതിൻ്റെ ഒരു കമ്പ് ഇവിടെ നിർത്തിയതാണ്. ഇത് ഈ വർഷം പൂക്കും. അതെല്ലാം കൂടെ ഇതുപോലെ ശല്യമായപ്പം ഞാനത് വെട്ടിക്കളഞ്ഞതാണ്. അതാണ് യെല്ലോ റംബൂട്ടാൻ. ഇതിന് മറ്റേ ആ ചുവന്ന റംബൂട്ടാനേക്കാൾ ടേസ്റ്റ്, മധുരം കൂടുതൽ ഇതിനാണ്. ശരി. ഇതിനാണ് കൂടുതൽ മധുരം. ഇതിനുള്ളിൽ സബർജല്ലേ നമ്മൾ പണ്ടിട്ടല്ലേ? സബർജൽ ഉണ്ടായിരുന്നു. സബർജൽ ഉണങ്ങിപ്പോയി. ഇതാണ് സബർജല്. അതിന്റെ മുകളിൽ ഫലം കിട്ടി, ഫ്രൂട്ട് കിട്ടിയോ? നിറയെ പൂത്തായിരുന്നു. പല പ്രാവശ്യമായിട്ട് പൂത്തു. 1-2 ചെറുതൊക്കെ കിട്ടി. പക്ഷേ അത് തന്നെ എന്ത് പറ്റിയെന്നറിയില്ല. ഇതിൻ്റെ ശല്യം കൊണ്ടൊക്കെ ആയിരിക്കും. എല്ലാം കൂടി അടുത്തടുത്ത് വന്നതുകൊണ്ട് അത് ഉണങ്ങിപ്പോയി. ശരി. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ യെല്ലോ റംബൂട്ടാൻ്റെ ഒരു കമ്പാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത്. ഞാൻ ഇവിടെയൊക്കെ വെട്ടിക്കളഞ്ഞതാണ്. ഇതൊന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് ലൈനിൻ്റെ മുകളിലേക്കൊക്കെ വന്നു. കറണ്ട് ലൈനും നമ്മുടെ നെറ്റിൻ്റെ ലൈനിൻ്റെ ഒക്കെ മുകളിലേക്ക് വന്നുകൊണ്ട് അത് ഒഴിവാക്കിയാണ്. പിന്നെ അതിനിപ്പോൾ ശരിയായി വരും. പിന്നെ ഇതാണ് ചാമ്പയാണ്. ഇത് ഒരു കശുമാങ്ങയുടെ അണ്ടി ഇരിഞ്ഞാലുള്ള വലുപ്പം ഉണ്ട്. അതിന് നിറയെ കായ്ക്കും. ഒരു 4-5 പ്രാവശ്യം കായ്ക്കും. ഞാൻ ഒരുപാട് എനിക്ക് കൊണ്ടുതരുന്നല്ലോ ഷോപ്പിലൊക്കെ. അത് തന്നെ, ഷോപ്പിലൊക്കെ കൊണ്ടുതരുന്ന സാധനം. ഇത് ഞാൻ ഒരു കമ്പ് മാത്രം നിർത്തിയിട്ട് മറ്റുള്ളവർക്ക് അങ്ങോട്ട് ഇല വീഴുന്ന ശല്യം കാരണം ഞാൻ ഇത് മാത്രമേ ആവശ്യമുള്ളൂ. ഇത് തന്നെ പറിച്ച് തീർക്കാൻ കഴിയില്ല. അതിന് മാത്രം അതുണ്ടാവും. നല്ല ജ്യൂസ് 2 എണ്ണം കഴിച്ചിട്ടുണ്ട്. ശരിക്കും വയറ് അറിയാം, എത്ര വലുപ്പമുണ്ട്. ഞങ്ങളിടയ്ക്ക് യാത്ര പോകുമ്പോൾ, മുത്തങ്ങ യാത്ര പോകുമ്പോൾ എനിക്ക് തന്നിരുന്നു. അത് തന്നെ. പിന്നെ ഇപ്പം എന്താ, പിന്നെ ഇങ്ങോട്ട് ഇവിടെ ഇത് അബിയല്ലേ? അബിയുടെ തൈ ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന ഇത് എൻ്റെ അബിയു ആദ്യം ഉണ്ടായിരുന്ന വലുത് ഫംഗസ് പിടിച്ച് പോയി. അപ്പം അതിൻ്റെ ഒരു കുരു എടുത്ത് പാകി നിർത്തിയതാണ് ഞാൻ. ഒരെണ്ണം ഇവിടെ ഞാൻ നട്ടിട്ടുണ്ട്, ബബ്ലൂസ്. ഇത് നിറയെ കായ്ച്ചിപ്പോൾ കഴിഞ്ഞതാണ്. ഇനിയിപ്പോൾ നിറയെ ഇതെല്ലാം ഒരു കാണുമ്പോൾ ഇത്രയേ ഉള്ളെങ്കിൽ ഇതൊരു 150-200 എണ്ണം കായ്ക്കുന്നുണ്ട് ഇതിൽ.
ഇതിപ്പോൾ ലാസ്റ്റ് പിന്നെ അതുകൊണ്ടാണ് ഇത്ര ചെറുത്, നല്ല വലുപ്പം ഉണ്ടാവും. പക്ഷേ ഇതിപ്പോൾ ചെറുതാണ്. പിന്നെ ബബ്ലൂസിനൊന്നൊക്കെ ഉള്ളൂ. ചിലർക്ക് ഇഷ്ടമാണ്, ചിലർക്ക് അത്ര ഇതല്ല. ഇനിയിപ്പോൾ നിറയെ അങ്ങ് പൂക്കും അത്. അത് ശരി. സമയം കഴിഞ്ഞതാണ്. ഇത് അരിനെല്ലി എന്ന് പറയും. ഇത് നിറയെ ഇതാണ് അരിനെല്ലി. ഇതാ ഇവിടെ ഇതാ കായ ഇതാ ഇവിടുന്ന് പിടിച്ചേ. ആ അല്ല അതിൻ്റെ വീട്ടിലുണ്ട് ഇരുന്നെല്ലി. ആ നമ്മൾ ഉപ്പിലിടാൻ പറ്റും. ഉപ്പിലിടാം. ചമ്മന്തി എന്താ പൊടി നിലത്ത് വീണാൽ പൊട്ടി പെട്ടെന്ന് കൈ കടയിൽ കൊണ്ട് പറിക്കണം. ഇവൻ ആരാണ്? ഇതാണ് മാങ്കോസ്റ്റിൻ. മാംഗോസ്റ്റിൻ. ഇത് നിറയെ കായ്ക്കുന്നതാണ്. ഇത് കായ്ക്കാറാവുന്നേ ഉള്ളൂ. ഇതിപ്പം കായ്ക്കാൻ പൂക്കാൻ സമയമായി വരുന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു. എല്ലാ വർഷവും ഫുള്ളായിട്ട് കായ്ക്കുന്നതാണ്. പിന്നെ ഇതൊരു ഉള്ളിലൊരാളുണ്ടല്ലോ, ഇതാരാ? ഇതിൻ്റെ പേര് ശരിക്കും ഞാൻ മറന്നുപോയി. പക്ഷേ ഇതൊരു പിന്നെ ഓർണമെൻ്റ് ഫ്രൂട്ടാണ്. ഇത് തണ്ടയിൽ നിറയെ കായുണ്ടാവും. കഴിക്കാൻ പറ്റണോ? കഴിക്കാൻ നല്ല രസമുള്ളതാണ്. പക്ഷേ നമ്മൾ ഈ മാങ്ങാപ്പഴവും ചക്കപ്പഴവും കഴിക്കുന്ന പോലെയൊന്നും അത്ര എപ്പോഴും കഴിക്കാൻ പറ്റുന്ന ഒന്നല്ല. ഇത് അബിയു. അത് അബിയോ, അതിൽ പൂവൊക്കെ ഉണ്ട്. ഇതിൽ ചെറിയതാണ്, പക്ഷേ ഇതിൽ നിറയെ ഇപ്പോഴും പൂവൊക്കെ ഉണ്ട്. ഇതിൽ പൂവുണ്ട്, എല്ലാ കമ്പിലും ഉണ്ട്. എൻ്റെ വീട്ടിൽ അബിയുണ്ട്. ഇത് ഇവിടെ തന്നെയായിരുന്നു ഒരു അബിയ ഉണ്ടായിരുന്നത്. അത് വലുതായിരുന്നു. അത് പോയത് കൊണ്ട് ഞാൻ അതിൻ്റെ തന്നെ പിന്നെ ഒരു കുരു ഇട്ട് ഇതായി ചെയ്തിട്ട് വെച്ചതാണ്. അബിയോന് പിന്നെ ഗ്രാഫ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, 2 വർഷം കൊണ്ട് കഴിക്കും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ കുറേ മരങ്ങൾ ഇങ്ങനെ മുറിച്ചിട്ടുണ്ടല്ലോ, എന്താ ഇത് മരം എന്ന് വെച്ചാൽ? ഇത് ഈ അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് പറയാണ്. ലിച്ചി എന്നും പറഞ്ഞിട്ടൊരു മരം ഞാൻ നട്ടുപിടിപ്പിച്ചു. അതിന് ഏകദേശം ഒരു 17 വർഷം. നല്ല കാമ്പുണ്ടല്ലേ? അതാ നല്ല നല്ല കാതലുണ്ടല്ലേ? 17 വർഷം പ്രായമുള്ളത്. 2 ആഴ്ചയായിട്ടുള്ളൂ. വെറുതെ 5500 റുപ്യ മുടക്കി മുറിച്ച് ഒഴിവാക്കി. അതിൻ്റെ ചപ്പാണ് കിടക്കുന്നത് മുഴുവനും. അത് ഒരിക്കലും കായ്ക്കില്ല. പിന്നെ അതിൻ്റെ ഒരു ഗുണം ഞാൻ പറഞ്ഞുതരാം. സ്ഥലം ഒത്തിരിയുള്ള ആൾക്കാർക്ക് ഒരു തണൽ മരവും അത്യാവശ്യം ചിലപ്പോൾ കായ്ച്ച് കിട്ടിയാൽ, തണുപ്പുണ്ടെങ്കിൽ അത് കായ്ക്കുള്ളൂ. വയനാട്ടിലൊക്കെ സുലഭമായി കായ്ക്കില്ല. സുലഭമല്ല, എന്നാലും കുറേയൊക്കെ കായ്ച്ചു. ഊട്ടിയിലൊക്കെ കായ്ക്കും. പക്ഷേ ഊട്ടിയിലൊന്നും ഇതിൻ്റെ കൃഷിയൊന്നും ഇല്ല കാര്യമായിട്ട്. അത് പിന്നെ അതിന് പറ്റിയ ഏറ്റവും നല്ലൊരു മരമാണ് അത്. തണൽ മരമായിട്ടാണ്. നല്ല റോഡ് സൈഡിലേക്ക് കുഴിച്ചിടാം. റോഡ് സൈഡിൽ മാത്രമല്ല, വീടിൻ്റെ ഒത്തിരി സ്ഥലമുള്ളവർക്കൊരു തണൽമരമായിട്ട് മുകളിൽ മുറിച്ചൊരു ബുഷാക്കി നിർത്തിയിട്ടുണ്ട്. നല്ല പച്ച കളറിൽ അങ്ങനെ എപ്പോഴും പൊഴിയാത്ത ഇലയുള്ള നല്ലൊരു മരമാണ്. പിന്നെ ഒന്നിവിടെ ഉണ്ട്, അതിൻ്റെ എനിക്കൊന്ന് പോയതിലുണ്ടാക്കി വെച്ചാണ്. ഇത് ദുരിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ദുരിയൻ കുഴിച്ചിട്ടുണ്ട്. ഇത് അത് വലിയ ഡിമാൻഡാണ്. ഏറ്റവും അധികം വില കൂടിയ പഴമാണ്. സ്മെല്ലൊക്കെയാണെന്ന് പറയാം. സ്മെല്ല് ഇപ്പോൾ ഉള്ളത് പുതിയതൊക്കെ വന്നിട്ടുണ്ട്. അതിനൊന്നും വലിയ കൂടുതൽ സ്മെല്ലില്ലാത്തതുണ്ട്. സ്മെല്ല് അതിൻ്റെ പുറത്ത് മാത്രമേ ഉള്ളൂ. ആ പഴത്തിൻ്റെ അകത്ത് യാതൊരു സ്മെല്ലും ഇല്ല. ഇതെന്താണിത്? മാവ്. ഈ മാവിൻ്റെ പേര് എനിക്കറിയില്ല. പക്ഷെ ഇത് നന്നായിട്ട് പൂക്കും. ചെറിയൊരു മാവാണ്. അവിടെ നിന്ന് എടുത്തു. ചെറിയൊരു മാവാണ്, പക്ഷെ നന്നായിട്ട് കായ്ക്കും. പല പ്രാവശ്യമായിട്ട്. ഇപ്പം അതിൽ കണ്ടോ മാങ്ങയുണ്ട്, നന്നായി പൂത്ത് കിടക്കുന്നുണ്ട്. ഇപ്പോൾ പൂത്ത് വരുന്നതും കണ്ടോ, നിറയെ കായ്ക്കുന്നുണ്ട്. ചെറിയ മാവാണ്. അടിപൊളി. ഇതിൻ്റെ മോള് മാങ്ങയുണ്ടല്ലോ. മാങ്ങയുണ്ട്. നല്ല ടേസ്റ്റാണ്. മാങ്ങയുണ്ട്. ഇപ്പോൾ പൂത്തും വരുന്നുണ്ട്. ഇതുണ്ടല്ലോ, ഇപ്പോൾ പുതിയ പൂവ് കണ്ടില്ലേ? അതാ പൂവുണ്ട്. അതുകൊണ്ട് ഒരു പല പ്രാവശ്യമായിട്ട് മാങ്ങ കിട്ടും. മാങ്ങയുണ്ട് സുഹൃത്തുക്കളെ. മുകളിലേക്കുണ്ട്. ഇതിൻ്റെ മുകളിലൊക്കെ ഉണ്ട്. നിറച്ച് പൂവിട്ടിട്ടില്ല. അത് ഒരു മാവ് അപ്പുറം കാണുന്ന മാവാണല്ലോ, അബിയല്ലേ? അല്ല, അത് എഗ് ഫ്രൂട്ടാണ്. എഗ് ഫ്രൂട്ട്. അത് ഈ മാവിൻ്റെ മുകളിലേക്ക് വന്നുകൊണ്ട് കുറേ വെട്ടിക്കളഞ്ഞതാണ്. നിറയെ കായ്ക്കുന്നതാണ്. പക്ഷെ അതിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ അതല്ല, തോട്ടിലേക്ക് അപ്പുറം തോടാണ്, അതിലേക്ക് അങ്ങ് പോകുന്നതുകൊണ്ട് ഞാൻ ആ ഭാഗം മുഴുവൻ വെട്ടി ഇവിടെ ഒരു കമ്പ് നിർത്തി. എന്നാലും നമുക്ക് ആവശ്യത്തിലധികം കിട്ടും. എഗ് ഫ്രൂട്ട് എല്ലാവർക്കും വലിയ ഇഷ്ടമൊന്നുമില്ലാതുള്ള കാര്യമൊന്നുമല്ല. ചിലർക്ക് അതൊക്കെ പറ്റിയാണ്. അപ്പോൾ ഇതെന്താണ് ജോസേട്ടാ ഈ മരം? ഇത് ബബ്ലൂസിൻ്റെ തന്നെയാണ്. അത് മറ്റേനേക്കാൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉള്ളതാണ് ഇത്. അത് പിന്നെ ലേശം ചോലയിലായി തെങ്ങുള്ളത് കൊണ്ട് അത് എപ്പോഴും അങ്ങനെ കായ്ക്കുന്നില്ല. 1-2 കായ്ച്ചുള്ളൂ. അതിന് മറ്റേനേക്കാൾ കുറച്ചുകൂടി ടേസ്റ്റ് ഇതിനുണ്ട്. ഓക്കെ, അത് ശരി. സുഹൃത്തുക്കളെ, ജോസാറിൻ്റെ ഇവിടെ ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ വീഡിയോ വളരെ വലുതായി പോകും. ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ കണ്ടിരും. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ കാണാനുള്ള ക്ഷമ ഉണ്ടാവില്ല. ഒരു 10 മിനിറ്റ് വീഡിയോ ആയിട്ട് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത പാർട്ട് നിങ്ങൾക്ക് വീണ്ടും കാണാവുന്നതാണ്.